മിഡിൽ ഈസ്റ്റിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പലിനെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനിടയിൽ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് പോവുകയായിരുന്ന എണ്ണ ടാങ്കറിനെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ആക്രമണമല്ല, തീപിടുത്തമാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പടച്ചുവിടുന്നത്. 24 ഇന്ത്യക്കാരാണ് ഈ കപ്പലിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ തുടരുന്ന സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിൽ ആശങ്കാജനകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തിങ്കളാഴ്ച ഉച്ച 1:30 ഒമാന്റെ കിഴക്കൻ തീരത്ത് വിദേശ പതാകയുള്ള മാരിവെക്സ് എന്ന എണ്ണ ടാങ്കറിന് തീപിടിച്ചു. കപ്പലിൽ 24 ഇന്ത്യൻ നാവികരുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ ആക്രമണമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ എല്ലാ ഇന്ത്യൻ നാവികരും പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവന എന്താണെന്നാൽ ഇതിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ലെന്നും തീവ്രമായ അന്വേഷണം നടത്തിവരികയാണെന്നും ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഒപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം ടാങ്കർ ആ സമയത്ത് ശൂന്യമായിരുന്നു എന്നതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള എണ്ണയോ വാതകമോ ചരക്കോ വഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് ചരക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു വലിയ സ്ഫോടന സാധ്യത വർദ്ധിക്കുമായിരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഷിപ്പിംഗ് മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയവുമായും കപ്പലുടമയുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഡയറക്ടർ ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ ദാതാവായിട്ടുള്ള മറൈൻ ട്രാഫിക്കിന്റെ ഡാറ്റ പ്രകാരം ഇന്ത്യയിലെ കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മെറിവാക്സ് എന്ന എണ്ണ ടാങ്കർ ഒമാനിലെ ദുഃഖം തുറമുഖത്തേക്ക് പോകുമ്പോൾ ഒമാനിലെ കിഴക്കൻ കടലിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഓൾ ഇന്ത്യ സീഫേഴ്സ് യൂണിയനും സുരക്ഷാ പ്രവർത്തകരും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ കുടുംബങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.